വശത്ത് അന്താരാഷ്ട്ര അറസ്റ്റ് വാറണ്ട്, മറുവശത്ത് യൂറോപ്യൻ രാഷ്ട്രീയത്തിലെ വലിയ വഴിത്തിരിവ്. ഈ രണ്ട് സംഭവങ്ങൾ ഒന്നിച്ചു ചേർന്നപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു വീണ്ടും ആഗോള ചർച്ചയുടെ കേന്ദ്രത്തിലായി. ഹംഗറിയുടെ പുതിയ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട പീറ്റർ മാഗ്യാർ നെതന്യാഹു ഹംഗേറിയൻ മണ്ണിൽ പ്രവേശിച്ചാൽ കസ്റ്റഡിയിൽ എടുക്കേണ്ടി വരുമെന്ന് പ്രഖ്യാപിച്ചതാണ് പുതിയ രാഷ്ട്രീയ ചലനങ്ങൾക്ക് കാരണമായത്. മുൻ പ്രധാനമന്ത്രി വിക്ടർ ഓർബൻ സ്വീകരിച്ച നിലപാടിൽ നിന്ന് പൂർണ്ണമായും വ്യത്യസ്തമായ ഈ പ്രസ്താവന യൂറോപ്യൻ നയതന്ത്രത്തിൽ വലിയ സന്ദേശമായി വായിക്കപ്പെടുന്നു. 2024 നവംബറിൽ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് നെതന്യാഹുവിനും മുൻ പ്രതിരോധ മന്ത്രി യോവ ഗാലന്റിനുമെതിരെ യുദ്ധ കുറ്റകൃത്യങ്ങളും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളും ആരോപിച്ച് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. റോം സ്റ്റാറ്റ്യൂട്ടിൽ അംഗമായ രാജ്യങ്ങൾ കോടതിയുടെ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ട നിയമബാധ്യതയുള്ളതിനാൽ ഹംഗറി അംഗത്വം തുടരുകയാണെങ്കിൽ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുമെന്ന് മാഗ്യർ വ്യക്തമാക്കി. ഇതോടെ ഹംഗറിയുടെ രാഷ്ട്രീയ ദിശയിൽ വലിയ മാറ്റം വ്യക്തമാകുന്നു. ഓർബൻ മുമ്പ് ICCയെ രാഷ്ട്രീയമായി പക്ഷപാതപരമായ സ്ഥാപനമെന്ന് വിശേഷിപ്പിച്ച് ഹംഗറി പിന്മാറുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ പുതിയ സർക്കാർ ആ തീരുമാനം നിർത്തിവെക്കുമെന്നും ICC അംഗത്വം തുടരുമെന്നും അറിയിച്ചിട്ടുണ്ട്. അതായത് മുൻ ഭരണകൂടത്തിന്റെ ഇസ്രായേൽ അനുകൂല നിലപാടിൽ നിന്ന് പുതിയ നേതൃത്വം നിയമപരമായ അന്താരാഷ്ട്ര ബാധ്യതകളിലേക്ക് മടങ്ങാൻ ശ്രമിക്കുകയാണ്. മാഗ്യർ നേരത്തെ നെതന്യാഹുവിനെ 2026 ഒക്ടോബറിൽ ഹംഗറിയിൽ നടക്കുന്ന 1956 വിപ്ലവത്തിന്റെ 70ാം വാർഷിക പരിപാടിയിലേക്ക് ക്ഷണിച്ചിരുന്നുവെങ്കിലും പുതിയ പ്രസ്താവനയ്ക്ക് ശേഷം ആ സന്ദർശനത്തിന്റെ ഭാവി അനിശ്ചിതമായി. 2025 നെതന്യാഹു ബുഡാപെസ്റ്റ് സന്ദർശിച്ചപ്പോൾ അറസ്റ്റ് ചെയ്യാൻ ഓർബൻ വിസമ്മതിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അധികാരമാറ്റത്തോടെ അതേ വേദി തന്നെ നിയമപരമായ പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ്. അതേസമയം ICC വാറണ്ട് നടപ്പാക്കുന്നതിൽ യൂറോപ്പിനകത്ത് തന്നെ അഭിപ്രായ ഭിന്നതകൾ തുടരുകയാണ്. ചില രാജ്യങ്ങൾ അറസ്റ്റ് നിർബന്ധമാണെന്ന് പറയുമ്പോൾ ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി പോലുള്ള രാജ്യങ്ങൾ നയതന്ത്ര പ്രതിരോധ ശേഷി ചൂണ്ടിക്കാട്ടി വ്യത്യസ്ത സമീപനമാണ് സ്വീകരിച്ചത്. എന്നിരുന്നാലും ഹംഗറിയിലെ പുതിയ പ്രഖ്യാപനം ഒരു കാര്യം വ്യക്തമാക്കുന്നു: നെതന്യാഹുവിനെ ചുറ്റിപ്പറ്റിയ നിയമരാഷ്ട്രീയ വിവാദം അവസാനിച്ചിട്ടില്ല. അതിപ്പോൾ യൂറോപ്പിന്റെ ഹൃദയത്തിലേക്ക് കടന്നിരിക്കുകയാണ്.